നമസ്കാരം. നയന ക്രിയേഷൻസിൽ ഇന്ന് പാവ് ഭാജി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പകുതി ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് 3 എണ്ണം, കുറച്ച് കോളിഫ്ലവർ. ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ഇതെല്ലാം കൂടി ഇതേപോലെ ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഈ കഷ്ണങ്ങൾ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 2 പിടി ഗ്രീൻ പീസ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു ചെറിയ കോളിഫ്ലവറിൻ്റെ പകുതി, ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു 25 ഗ്രാം ബട്ടർ, വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത്, ഉപ്പ്, പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം അധികം ഒഴിക്കരുത്. കഷ്ണത്തിൻ്റെ താഴെ ഭാഗത്ത് നിൽക്കണ മാതിരി ഒഴിച്ചാൽ മതിയാവും. ഇത് നമുക്ക് വെള്ളം ഊറ്റി കളയൊന്നുമില്ല. ഈ വെള്ളം കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുക്കുമ്പോൾ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ണത്തിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാ 2 വിസിൽ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ പോയി കഴിഞ്ഞ് അതേ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. മുഴുവനായിട്ടും ഉടച്ചെടുക്കരുത്. കുറച്ച് കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 25 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ മുഴുവനും എണ്ണ ചേർത്ത് കൊടുത്താലും മതി. സാധാരണ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഡിഷാണിത്. അവർ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഒന്നിലോ കടുകെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊക്കെയാണ്. നമുക്ക് കടുകെണ്ണൻ്റെ മണം പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് 2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്താൽ മതിയാവും. അധികം വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. പകുതി വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്തത്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണം വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ബട്ടർ ഉപ്പുള്ള ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണക്കാക്കി വേണം ഉപ്പ് ചേർക്കാൻ. അതിന് ശേഷം 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർത്തിട്ട് വീണ്ടും 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും. ക്യാപ്സിക്കത്തിന് അധികം വേഗമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് അതിൻ്റെ ക്രിസ്പായിട്ട് ഇരിക്കണം പോലെ വേണം അത് വഴറ്റിയെടുക്കാൻ. അധികം വഴന്നു പോകരുത്. ഇതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂണ് മസാല മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് പാവിൻ്റെ കൂടെ മസാല മാത്രമായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാവ് ഭാജി മസാല ഇതുപോലെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ച മണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് വീണ്ടും ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറാണ് ഇതിലത്തെ മെയിൻ കഥാപാത്രം. അപ്പോൾ ബട്ടർ എത്ര ചേർക്കണോ അത്രയും ഇതിൻ്റെ ടേസ്റ്റാണ്. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുക്കറിൽ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നേരത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടുതലും നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. ബട്ടറിൽ ഉപ്പുണ്ട്, അത് കണക്കാക്കിയിട്ട് വേണം ചേർക്കാൻ. വീണ്ടും ഇതിലേക്ക്
ഒരു 10 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ ഭാജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇതുപോലെ അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല, പക്ഷെ മല്ലിയിലയാണ് ഇതിൻ്റെ ടേസ്റ്റ്. മല്ലിയിലയും ബട്ടറുമാണ് നല്ല ടേസ്റ്റാണ്. ഇനി ഒരു തവ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് അതിന് ശേഷം പാവ് ഭാജി മസാലയും മുളക് പൊടിയും ഇതേപോലെ ഒരു നുള്ള് വെതറി കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല കുറച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പാവ് മുറിച്ച് വെച്ചിട്ടുണ്ട്, നടുമുറിച്ചതാണ്. അത് ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 ഭാഗത്തും ബട്ടർ തേച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടറും ഈ മസാലയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുതേ. ഇനി ഇതാ ഈ പാവിൻ്റെ കൂടെ ഈ ഭാജി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ബാക്കിയുള്ള ഭാജി ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മീതെ ബട്ടറും മല്ലിയിലയും ഇതേപോലെ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ പാവ് ഭാജിയുടെ കൂടെ ഇതുപോലെ സവാള അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും പിന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടാണ് ഇത് കഴിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.